തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരത്തും ഞങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്! പോലീസ് എന്ന കാട്ടാള, കോർപ്പറേഷനിലെ മുട്ടാള. നിങ്ങൾ സമാധാനപരമായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഇത് കളക്ടറുടെ ഉത്തരവാണ്. ആ ഉത്തരവ് നടപ്പാക്കേണ്ടത് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് എന്റെയും എന്റെ ഫോഴ്സിന്റെയും ബാധ്യതയാണ്. അതിന് തടസ്സം നിന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. നീയൊക്കെ എന്ത് കുണ്ടാവണ്ടി പ്രയോഗിച്ചാലും ഞങ്ങൾ കൊലക്കാണ്. എങ്ങാണ്ട് വന്ന ചില താൽക്കാലിക വെച്ച് നീട്ടി മുക്കാ പണം നക്കി ഞങ്ങളുടെ കഞ്ഞുകൂടി കുട്ടിക്കാൻ ഇങ്ങോട്ട് കേറി വന്നാലുണ്ടല്ലോ, ഇക്കൂട്ടത്തിൽ ഒരുത്തരും കയ്യും കാലം കൊണ്ട് പേരെ പോവില്ല. ഞങ്ങൾ ഈ മണ്ണിന്ന് ഒരടി അനങ്ങണമെങ്കിൽ ഞങ്ങളെ ഭയ പറയണം. മൂപ്പര് പറയാതെ ഞങ്ങളാരും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങൂല. മൂപ്പര് അനുവാദം ഇല്ലാതെ നിങ്ങളാരും മാർക്കറ്റിന്റെ പടിയും ചവിട്ടൂല. കാലങ്ങളായിട്ട് ഞങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയ മാർക്കറ്റാ ഇത്. പേരും കൂരയും ഇല്ലാത്ത ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ തറവാടാ. പോലീസിന്റെ തല്ലുകൊണ്ട് ചാകാൻ നിന്നെ പോലെ കുറെ ഈനാമ്പേച്ചുകളെ തേടാൻ വിട്ടിട്ട് ആ പന്നീന്റെ മോൻ എവിടെ പോയി കിടക്കൂടാ? ബേജാറാക്കല്ലേ കോയ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഇതെന്താണ് കമ്മീഷൻ സാറേ, ഇരുമ്പിന്റെ തുമ്പിക്കൈയുള്ള ഈ ആനക്കുട്ടിയും കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന കോയമാരുമായിട്ട് ഈ വഴിയെ? ഇപ്പൊ ഇതുപോലുള്ള ആനക്കുട്ടികൾക്കൊക്കെ പണി കൂടുതലുള്ള കാലമാണെന്നറിയാം. പക്ഷെ അതൊക്കെ ഹൈ റേഞ്ചില് നമ്മള് പാവങ്ങളാ. കോപ്പല്ല കോയ, ഭായ് അലി ഭായ്. കൊണ്ടും കൊടുത്തും അല്ലറ ചില്ലറ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചും ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ കുറെ അങ്ങ് വളർന്നപ്പോ ഈ കാണുന്ന കൂട്ടരൊക്കെ നമുക്കിട്ട പേരാണത്. ഞമ്മന്റെ സർനെയിം അലി ഭായ്. അതുകൊണ്ട് ഇങ്ങനെ കേറി വന്ന് ബേജാറാക്കല്ലേ കോയ, നമ്മളും കോഴിക്കോട്ടങ്ങാടിന്ന. ഒരുമാതിരി മീശയും പിരിച്ച് മാസ്റ്റർ ഡയലോഗും പറഞ്ഞ് ഹീറോയിസം കാണിക്കാൻ വന്നാലുണ്ടല്ലോ, പിന്നെ കാരപ്പറമ്പിലേക്കല്ല അങ്ങ് പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുക്കും ഞാൻ. അതിനും ഈ കടലാസ് തന്നെ ധാരാള. കടലാസ് ഇതുപോലുള്ള ഒരു കടലാസിലാണ് സാറേ പണ്ട് മഹാനായ തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ എന്നൊരു നോവൽ എഴുതിയത്. നമ്മുടെ ഡോക്ടർ അംബേദ്കർ സാറും ഇന്ത്യൻ ഭരണഘടന എഴുതിയതും ഇതുപോലൊരു കടലാസിലാണ്. എന്തിനധികം പറയണം സാറേ, വയനാട്ടിലെ കർഷകൻ ജീവിതം ഗതിമുട്ടി ആത്മഹത്യ ചെയ്യുമ്പോ മരണക്കുറിപ്പ് എഴുതുന്നതും ഇതേ കടലാസിലാണ്. അതാണ് ഈ കടലാസ്, അതാണ് ഈ കടലാസിന്റെ റേഞ്ച്. പക്ഷേ കോഴിക്കോട്ടങ്ങാടിയിലെ മുക്കിനും മൂലയിലെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അങ്ങ് ഞെളിയം പറമ്പിൽ കൊണ്ടുപോയി തട്ടണ പോലെ ഞങ്ങൾ ഈ കാണുന്ന ഈനാമ്പേച്ചുകളെയൊക്കെ അങ്ങ് കാരപ്പറമ്പിൽ കൊണ്ടുപോയി തട്ടി പണ്ട് നമ്മുടെ കുതിരവട്ടം പപ്പുവട്ടം പറഞ്ഞ പോലെ ഞങ്ങളെ ഒരുമാതിരി മേടിയും ഞെളിയം പറമ്പാക്കാൻ ഇപ്പൊ സാറിന്റെ കയ്യിലിരിക്കുന്ന ഈ കടലാസിന് റേഞ്ച് പോരാ. എങ്കിൽ ഞാൻ വേണ്ട, കയ്യാങ്കളിക്കാണെങ്കിൽ നേരവും കാലവും നോക്കി ബന്തെടുക്ക ഭാസ്കര, നീ പിന്നെ വാ. എടോ, ഒരുമാതിരി പച്ചക്കറി മാർക്കറ്റിലെ ഗുണ്ടായിസ് ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ, ഇത് കോർപ്പറേഷന്റെ കൂടി തീരുമാനമാ. ഞാൻ ഈ കോർപ്പറേഷന്റെ മേയറാ. നിങ്ങൾ ഈ കോർപ്പറേഷന്റെ മേയർ അല്ല കോയ, ഡ്രയറാ. എടോ, നോക്കി നിൽക്കാതെ പൊളിച്ച് മാറ്റണോ? പൊളിച്ചെടുക്കണം കോയ. പക്ഷെ അങ്ങനെ ഒരു അറുമാദിക്കൽ ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച കളക്ടർ അമ്മാന്റെയും കമ്മീഷണർ സാറിന്റെയും ഈ മേയർ അമ്മാന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കേ എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിഗതികളെന്ന്. എന്റെ ഗുരുവായൂരപ്പാ, എന്തു പറ്റി? ചതിച്ചോ? അവര് വീട് പൊളിക്കാൻ പോവുകയാണെന്നോ? നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണ്ട രമേ, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഇത് ചതിയാ. അങ്ങാടി തോറ്റ അമ്മയോടോ? അങ്ങാടി തോക്കാതിരിക്കാൻ അമ്മയോട് കോയ. ഞങ്ങളൊക്കെ തറയായതുകൊണ്ട് ചില തറ നമ്പറുകൾ. നീ തറയാണെങ്കിൽ ഞാൻ അതിന്റെ അങ്ങേത്ര തറയടാ. ഈ ബന്തെടുക്ക ഭാസ്കരൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വെടിപ്പിലും വൃത്തിയിലും ഫിനിഷ് ചെയ്ത് തന്നെ ശീലം. ഇപ്പൊ നീ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കയറി കളിച്ച ഈ കളി
ഓക്കെ, പക്ഷേ ഇനിയും ഞാൻ വരും. അല്ല, വരണം സാറേ. ഇതുപോലെ ഈ മാർക്കറ്റ് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാൻ അല്ലാതെ പെമ്പറുന്നോത്തിനും കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇടയ്ക്ക് വരണം. നല്ല ഇളവനും മുരിങ്ങക്കായും കുഞ്ഞമ്മത്തേക്ക് വാങ്ങിച്ചോണ്ട് പോവാം. ബില്ലിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവേണ്ട പോയാ അത് നമ്മുടെ വക അക്കൗണ്ടിൽ ഫ്രീ. അതല്ലെങ്കിലും എന്റെ ബന്ധെടുക്ക ഭാസ്കര, നീയൊക്കെ ഇവിടെ വന്ന് എന്തെടുക്കാനാ? Move! I understand. Of course. No, Al-Qadri. There is absolutely no problem with the project. This Dan will solve everything. Shit. കോടിക്കണക്കിന് റിയാൽ എണ്ണി തന്ന സകല ശേഖന്മാർക്കും ഇപ്പൊ തന്നെ ഇരിപ്പിടം പൊള്ളാൻ തുടങ്ങി. ഇനി സായിപ്പന്മാരുടെയും വിളി വരുന്നതിന് മുമ്പേ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കണം അറ്റ് എനി കോസ്റ്റ്. പറ്റോടാ നിനക്ക്? ഭയ്യ സമാധാനമായിട്ടിരിക്കെ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ചടങ്ങങ്ങോട്ട് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ എന്താ എനിക്ക് ഒരു കൈ തന്നെ ധാരാളമാ. You must do it. Sure. മോനെ, മോൻ വന്നൂന്നറിഞ്ഞു. വീട്ടിലേക്ക് വരാതെ കണ്ടപ്പോ ഒന്ന് വന്നതാ അമ്മച്ചി. എന്തിനാ? അല്ല, മോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും തള്ള, അല്ലേ? എന്റെ തന്ത തല്ലിട്ട് ആ തന്തയ്ക്ക് പറക്കാത്തവന്റെ ഔദാര്യം നക്കി ആ വീട്ടിലേക്ക് ഞാൻ എന്റെ വലതുകാൽ വെക്കണമെങ്കിൽ ഇനി ഞാൻ വേറെ അപ്പന് ജനിക്കണം. മോനെ വേണ്ട. അല്ലെങ്കിൽ ആ കണക്ക് തീർക്കണം. നിങ്ങളൊക്കെ അവനോട് ഔദാര്യം പറ്റിയ കണക്ക് കൊണ്ടുപോയി കൊടുക്ക. ഇതുപോലെ അവന്റെ മുഖത്തെറിഞ്ഞു കൊടുക്ക. മൂന്ന് പൈസയുടെ ബുൾബുൾ മുട്ടായിക്ക് വേണ്ടി പണ്ട് മുട്ടായി തെരുവിൽ തെണ്ടി തിരിഞ്ഞ് നടന്ന നീ ഇപ്പൊ 1000ന്റെ നോട്ട് കെട്ട് പെറ്റമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് വല്ലാതെ അങ്ങോട്ട് ഓവറാക്കല്ലേ കോയ. എന്റെ ഈ നല്ല ചങ്ങാതി കാരണം പണ്ട് ഇതിന്റെ പേരിൽ കള്ളനായതിൽ പിന്നെ ഈ സാധനം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷെ ഈ പണം ഞാൻ എടുക്കുക ഈ അമ്മയ്ക്ക് വേണ്ടി. നിന്നെ പോലൊരു മകന്റെ ഭാരം 10 മാസം ചുമന്നുകൊണ്ട് നടന്നതിന്റെ വാടക പണം ഇവര് തിരിച്ചു ചോദിച്ചാൽ അതിന് ഈ പണം മതിയാകാതെ വരും. ഗുഡ്. അപ്പൊ അലിബായ്ക്ക് തല്ലാൻ മാത്രമല്ല ഉപദേശിക്കാനും അറിയാം. നിന്റെ ആ തെണ്ടിക്കൂട്ടങ്ങളില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അറബിക്കടലിൽ നീന്തി പഠിച്ചവന് കനാലിലെ വെള്ളം കണ്ടിട്ട് എന്തിനാണ് കോയ ബേജാറാവണത്? നിന്റെ അപ്പനെ തല്ലിയിട്ട എന്നെ ജയിക്കാനാണെങ്കിൽ ആണായിട്ട് നേരിട്ട് വാ പാളയം മാർക്കറ്റിലേക്ക്. അല്ലാതെ അവിടെ കിടന്ന് പൊരിവെയിൽ കൊള്ളുന്ന പാവങ്ങളുടെ അന്നം മുട്ടിച്ചിട്ട് എന്നോട് ജയിക്കാനാണ് നിന്റെ പടപ്പറപ്പാണെങ്കിൽ മോനെ ഡാനെ, പ്രായത്തിൽ കൂടുതൽ വളർച്ചയുള്ള നിന്റെ ഈ ശരീരം അതിന് പോരാ. അതൊന്നും നിന്നോട് മുഖാമുഖം കണ്ടു പറയാനാ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്. അത് ശരി, കമ്മീഷണർ സാറ് കാര്യങ്ങളൊക്കെ അപ്പപ്പോ വന്ന് ഈ മേൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ തന്തയ്ക്ക് പറക്കാത്ത ഒരു അങ്ങാടിപ്പട്ടിയുടെയും ശുപാർശ വേണ്ട എനിക്ക്. ഈ പണി മാർക്കറ്റിൽ വെച്ച് നീ എനിക്ക് നേരെ കയ്യോങ്ങിയപ്പോ എടുക്കാതിരുന്നത് നമ്മളെ പോലുള്ള ലോക്കൽ ഗുണ്ട നിന്നെ പോലുള്ള ഒഫീഷ്യൽ ഗുണ്ടയോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ലല്ലോ കോയ. എന്തായാലും ഇപ്പൊ തന്നത് ഈ അങ്ങാടി പട്ടിയുടെ തന്തയ്ക്ക് വിളിച്ച വകയില് ഒരു പണയപ്പണ്ടം പോലെ അവിടെ കിടക്കട്ടെ. നോക്കി നിൽക്കാതെ പൊട്ടിക്കാ പന്തിയെ. കൊല്ലപ്പുരയിലെ കത്തി മാത്രമല്ല കോയ, ഇതുപോലെ തൊട്ടാ പിടയ്ക്കണ സാധനവും കിട്ടും കോഴിക്കോട് അങ്ങാടിയില്. അതുകൊണ്ട് ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. വരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്കൊക്കെ ഉണ്ടാവുന്ന നാശങ്ങളെ കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റില്ല.
പറയുന്നത് ബായ അലി ബായ്. കൊണ്ടാടിക്ക് റിയാക്ട് ചെയ്യാൻ നീ ആര്? എം എൻ നമ്പ്യാരാ? ഇനി അന്നെ കോഴിക്കോട് അങ്ങാടി കണ്ട അള്ളാനെ കൂറെ പീസ് പീസാക്കി കളയും.